സകലതും ഇപ്പൊ തമ്മിൽ തല്ലി തല ധരിച്ച വീടില്ല എന്റെ ഭഗവതി. അനന്തപുരി സഹകരണ സംഘം എന്ന് പറയുന്നത് അത് BJPയുടെ നേതൃത്വത്തിലുള്ള ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി. ആ സൊസൈറ്റിയിൽ നടന്നിട്ടുള്ള ഒരു സെമിനാറുമായി ബന്ധപ്പെട്ട് അന്നത്തെ പ്ലാനിംഗ് അംഗം പോയി നടത്തിയ പ്രഭാഷണം, അതിൽ ഉണ്ടായ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ, അതിനെ സംബന്ധിച്ച് കൂടുതൽ മനസ്സിലാക്കണമെന്ന് പറഞ്ഞ് ഒരാൾ പോയി കാണുമ്പോൾ അതിനെ ഞങ്ങളുടെ പാർട്ടിയിലേക്ക് ചേരാൻ വേണ്ടി ഞങ്ങൾ പോയി കണ്ടതാണെന്നൊക്കെ പറയുന്ന ഇത്തരം നെറികെട്ട തരം താഴ്ന്ന രാഷ്ട്രീയം എന്താ ആ പ്രതീക്ഷയും നിങ്ങളല്ലേ? ഞാൻ സംസാരിക്കട്ടെ, താങ്കൾ വലിയ ആവേശം കാണിച്ചല്ലോ, ഞാൻ സംസാരിക്കട്ടെ, കേക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞോ, ഞാൻ പറയാത്ത പറയണേ പാർട്ടി ചേരാൻ പോവാണെന്ന് ഞാൻ പറഞ്ഞോ? നിങ്ങൾ എന്ത് മര്യാദകടെ സംസാരിക്കണം മിസ്റ്റർ? എന്നെ പഠിപ്പിക്കാൻ പറ്റരുത്. പാർട്ടി ചേരാൻ പോണെന്ന് ഞാൻ പറഞ്ഞോ? നിർത്ത്. പിന്നെ ഞാൻ പറഞ്ഞോ? താങ്കൾ എന്താ ഉദ്ദേശിച്ചതുകൊണ്ട്? താങ്കൾ എന്താ അതുകൊണ്ട് ഉദ്ദേശിച്ചത്? നിർത്തണില്ല. താനെന്താ അത് പോയി പറയാം. അത്ര ബുദ്ധിമുട്ടാണെങ്കിലേ പുറത്തു പോ, അവിടെ നല്ല നിലാവാ, അവിടെ പോയി ബഹളം വെക്കും. ഉദ്ദേശം എന്താ? ഞങ്ങളുടെ എല്ലാവരെയും പാർട്ടി ചേർക്കാനെന്ന് ഞാൻ പറഞ്ഞോ? തനിക്ക് നാണമുണ്ടോ? കള്ളത്തരം പറയാനായിട്ട് എനിക്കെതിരെ നീ വാദിച്ച് ജയിക്കണമെങ്കിൽ വെറുതെ ബീഡി വലിച്ച് ആകാശത്തേക്ക് പുക വിട്ടിട്ടൊന്നും കാര്യമില്ല. UDF നേതാവിന്റെ പേര് പറഞ്ഞപ്പോ താങ്കളൊന്നും വിളങ്ങുകയല്ലേ? UDF നേതാവിന്റെ പേര് പറഞ്ഞപ്പോ താങ്കളൊന്നും ഞാൻ പാർട്ടി ചേരുന്നില്ല. പറയാത്ത അവന്റെ അമ്മയുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ എന്റെ വീട്, എന്നിട്ട് അവൻ എന്നോട് ഇങ്ങനെ പെരുമാറുന്നു. മര്യാദക്ക് സംസാരിക്കും. അത് മോശമായി പോയി. നമ്മൾ പറഞ്ഞതും കുറച്ച് കൂടി പോയി. ഞാൻ തിരിച്ചു ചോദിക്കട്ടെ, ഇവിടെ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഈ പറഞ്ഞ EP ജയരാജനും അതുപോലെ തന്നെ നിങ്ങളുടെ ഇവിടുത്തെ പ്രഭാരി ഉണ്ടായിരുന്നല്ലോ, ഇന്നത്തോടെല്ലാം തീരുന്ന ലക്ഷണമോ, പ്രകാശ് ജാവ്ദേക്കർ, അദ്ദേഹവുമായി നടത്തിയ കൂടിക്കാഴ്ചയെ കുറിച്ച് നിങ്ങളുടെ നേതാവ് തന്നെയല്ലേ നിങ്ങളുടെ ആഭ്യന്തര കലാപത്തിന്റെ ഭാഗമായി പുറത്തു പറഞ്ഞത്? എന്റെ നിലനിൽപ്പിന് വേണ്ടി ഞാൻ അങ്ങനെ പറഞ്ഞു പോയിട്ട്. ആ നേതാവ് പറഞ്ഞപ്പോ പോലും ജാവ്ദേക്കർ, പ്രകാശ് ജാവ്ദേക്കർ ഒരു അക്ഷരം മിണ്ടിയോ അതിനെ സംബന്ധിച്ച്? താങ്കൾ പറഞ്ഞല്ലോ ഞങ്ങളെല്ലാം പരസ്യമാണെന്ന്. എന്തേ മിണ്ടാതിരുന്നു? എന്തേ ഒളിച്ചു വെച്ചു? അപ്പോ അവിടെ മാത്രമല്ല, രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന കേന്ദ്രമന്ത്രി, ആ കേന്ദ്രമന്ത്രിയുടെ ബിസിനസ് സാമ്രാജ്യത്തിലേക്ക് EP ജയരാജന്റെ ബിസിനസ് സാമ്രാജ്യം ലയിപ്പിച്ചപ്പോ നിങ്ങൾ എന്താ മിണ്ടാതിരുന്നു? നിനക്ക് ഈ ഇളിപ്പാണ് നല്ലത്. എടാ, ദൈവം ഓരോ കാര്യത്തിനും ഓരോരുത്തരെ സൃഷ്ടിച്ചു വിട്ടു. അപ്പോൾ ഞങ്ങൾക്കെതിരെ അനാവശ്യമായ ആരോപണങ്ങൾ ഉന്നയിച്ചാൽ ഞാൻ പറയട്ടെ സഹോദര, എന്തിനാ അസ്വസ്ഥനാവുന്നേ? അങ്ങനെ ഞങ്ങൾക്കെതിരെ അനാവശ്യമായ ആരോപണം ഉന്നയിച്ചാൽ ആ സ്പോട്ടിൽ ഞങ്ങൾ അത് പറഞ്ഞ് ക്ലിയർ ചെയ്തിട്ട് പോകും. ഞാൻ ചോദിക്കട്ടെ, ഈ പറയുന്ന ADGPയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു വിശദീകരണം ഉണ്ടായോ? നിഷേധം മാത്രമാണ് ഉണ്ടായത്. ഒരു കാര്യം ഞാൻ പറയാം, ഭക്ഷണം കഴിക്കുമ്പോ ആവശ്യമില്ലാത്ത കാര്യം സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തൊട്ടിട്ട് എഴുന്നിട്ട് പോകും. വളരെ സന്തോഷം. അങ്ങനെ നിങ്ങൾ സന്തോഷിക്കില്ല. മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് ഒരു വിശദീകരണം ഉണ്ടായോ? ഉണ്ടായിട്ടില്ല. സർക്കാരിന്റെ ഭാഗത്ത് വിശദീകരണം ഉണ്ടായോ? ഉണ്ടായിട്ടില്ല. എന്തിനു വേണ്ടിയാ ഒളിച്ചു വെക്കുന്നത്? അപ്പൊ ഇനി സത്യം തുറന്ന് പറയല്ലേ? പറയണോ? കുഴപ്പമാവില്ലേ? ആർക്ക് വേണ്ടിയാ ഒളിച്ചു വെക്കുന്നത്? പരസ്യമാണെങ്കിൽ, RSSന്റെ ഇടപെടലുകളെല്ലാം പരസ്യമാണെങ്കിൽ, അല്ലെങ്കിൽ BJP നേതാക്കന്മാർ ഇങ്ങനെ കാണുന്നത് പരസ്യമാണെങ്കിൽ എന്തുകൊണ്ട് ഒളിച്ചു വെച്ചു? ആർക്ക് വേണ്ടി ഒളിച്ചു വെച്ചു? എല്ലാം പൊളിയൊന്നും ഉറപ്പായല്ലേ? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. അഖിലേന്ത്യാ RSSന്റെ ജനറൽ സെക്രട്ടറി ഉൾപ്പെടെ കണ്ടതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ എന്തുകൊണ്ട് നിഷേധക്കുറിപ്പ് ഇറക്കി? മറുപടി പറയണ്ടേ ഗോപാലകൃഷ്ണ? ഞാനോ? മറുപടി പറഞ്ഞാലേ പോകാൻ പറ്റൂ. പിന്നെ ഇടതുപക്ഷ നിരീക്ഷകൻ പറയുന്നത് അദ്ദേഹം പിന്നെ എന്താ പറയുന്നത്, CP ജോണിന്റെ കിഴങ്ങ് കൃഷിയെ സംബന്ധിച്ച് നോക്കാൻ നടക്കുക. അപ്പോ നമ്മൾ സംസാരിക്കുന്നത് പ്രസന്റ് പൊളിറ്റിക്സിനെ സംബന്ധിച്ചാ. ഈ പ്രസന്റ് പൊളിറ്റിക്സിനെ സംസാരിക്കുമ്പോ ADGP RSSന്റെ മുതിർന്ന നേതാക്കന്മാരെ കാണാൻ പോയി പറയുന്നേ കണ്ടു. ബാക്കിയുള്ളവരുടെ മനസമാധാനം കളയാനായിട്ട് എന്തിനു കണ്ടു എന്ന് പറയുന്നേ? മുഖ്യമന്ത്രിക്ക് അറിയാമായിരുന്നു എന്ന് പറയുന്നേ, മുഖ്യമന്ത്രി അറിവോടിയാ പോയെന്ന് പറയുന്നേ, മുഖ്യമന്ത്രി പറഞ്ഞു വിട്ടാന്ന് പറയുന്നേ. ഇനി ഇങ്ങനെയൊക്കെ പാടുള്ളൂ. ഇതൊന്നും പറയാതെ ചേട്ടനും അനിയനും ഇങ്ങനെ ഒളിച്ചു വെച്ചിട്ട് പോയാൽ നിങ്ങൾ ഒരേ തൂവൽ പക്ഷികളാണെന്ന് ഞങ്ങൾ പറയേണ്ടി വരും. പണ്ടും നിന്നെ എന്തെങ്കിലും ഒരു കാര്യത്തിന് കൂട്ടിയിട്ടുണ്ടോ? ഇറണക്കേട് അച്ചിട്ടോ? വളരെ നീണ്ട കാര്യമാണെങ്കിൽ നമുക്ക് നാളെ കാലത്തെ സംസാരിക്കാം. ചുരുക്കി പറയാം. ഒരിടത്ത് ഒരു പിണറായി വിജയൻ ഉണ്ടായിരുന്നു. അതായത് MLA ആകുന്നതിന് മുമ്പ് 1969 പക്ഷെ അത് ഇവിടെ പറയാൻ കാര്യമുണ്ട്. വാടിക്കൽ രാമകൃഷ്ണൻ എന്നൊരു RSSകാരനെ വെട്ടിക്കൊന്നുകൊണ്ട് തലശ്ശേരിയിൽ RSS മാർക്സിസ്റ്റ് സംഘടനകൾക്ക് വഴിമരുന്നിട്ട ഒരു പിണറായി. അത് കഴിഞ്ഞിട്ടും അദ്ദേഹം കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരിക്കുമ്പോഴും പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുമ്പോഴും ഒക്കെ RSSനോട് വലിയ എതിർപ്പായിരുന്നു. RSSകാരെ കണ്ടെടുത്ത് വെച്ച് വെട്ടിക്കൊല്ലണം എന്ന അഭിപ്രായക്കാരൻ. പക്ഷേ 2016 കേരള മുഖ്യമന്ത്രിയായതിനു ശേഷം പിണറായി വിജയന് റാഡിക്കലായ ഒരു മാറ്റം ഉണ്ടായി. പിന്നെ എങ്ങനെയാ ഫലം അറിയാ? റാഡിക്കലായ ഒരു മാറ്റം എന്താ വെച്ചാൽ RSSുമായിട്ട് പരമാവധി സഹകരിക്കുക, പരമാവധി സംഘടനകളും സംഘർഷങ്ങളും ഒഴിവാക്കുക.
അത് വലിയ തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. കാരണം വെട്ടും കുത്തും ഒഴിവായത് ഒരു വലിയ നല്ല കാര്യം തന്നെ. വി മുരളീധരൻ BJPയുടെ സംസ്ഥാന പ്രസിഡന്റായിട്ടപ്പോൾ അദ്ദേഹവും പറഞ്ഞു BJPയുടെ മുഖ്യ ശത്രു കേരളത്തിലും കോൺഗ്രസ് ആണ്, കേന്ദ്രത്തിലും കോൺഗ്രസ് ആണ്. CPM-ഉമായിട്ടല്ല നമുക്ക് ആശയപരമായ അല്ലെങ്കിൽ രാഷ്ട്രീയമായ വിയോജിപ്പുള്ളത് കോൺഗ്രസുമായിട്ടാണ്. രണ്ടാമത്തത് പിണറായി വിജയൻ അനവധി പ്രശ്നങ്ങളിൽ പെട്ടുള്ള ആളാണ്. അപ്പൊ അതിനുശേഷം അദ്ദേഹം ഇവരുമായിട്ട് പരമാവധി സഹകരിച്ചാണ് പോകുന്നത്. പിന്നെ പറയുമ്പോൾ പലതും പറയും. ഊരിപ്പിടിച്ച വാളുകൾക്കിടയിൽ കൂടി നടന്നാണ്, അങ്ങനെ ചെയ്തിട്ടുണ്ട്, ഇന്ദ്രനെയും ചന്ദ്രനെയും പേടിക്കില്ല എന്നൊക്കെ പറയുന്നത് രാഷ്ട്രീയക്കാരല്ലേ, അവർ നിലനിൽപ്പിന് വേണ്ടി പറയുന്നു. ഇനി ഇതിൽ യഥാർത്ഥ വിഷയം നമ്മൾ ഇതല്ല ചർച്ച ചെയ്ത് ഹൊസബുളയെ കണ്ടതെന്തിനാന്നുള്ളതല്ല. ഹൊസബുളയെ കണ്ടത് തീർച്ചയായിട്ടും മുഖ്യമന്ത്രിയുടെ ദൂതുമായിട്ട് പോയി കണ്ടതാണ്. അല്ലാതെ അജിത് കുമാറിന്റെ ക്ലാസ്മേറ്റ് ഒന്നും അല്ലല്ലോ ദത്താത്രേയ ഹൊസബുള. അപ്പോൾ മുഖ്യമന്ത്രിയുടെ ദൂതനായിട്ട് പോയതാണ് എന്നുള്ള യാതൊരു സംശയമില്ല. മാത്രമല്ല മുഖ്യമന്ത്രിയുടെ ദൂതൻ പോലും അല്ല, മുഖ്യമന്ത്രിയുടെ ദാസനാണ് ഈ അജിത് കുമാർ. എന്റെ കാര്യം വലിയ കഷ്ടമാണ്. ഞാനിപ്പോ വഴിയാധാരമായി. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് തൃശ്ശൂർ പൂരം നടക്കുമ്പോൾ ഞാൻ കണ്ടാണ് ഈ കാരണഭൂതൻ പൂരം കാണാൻ വന്നിട്ടുണ്ട്. ഇയാൾ ഈ ശ്രീരാമന്റെ മുമ്പിൽ ഹനുമാൻ ഇരിക്കുന്ന പോലെ ഇരിക്കുകയല്ല നിൽക്കുകയല്ല, അങ്ങനത്തെ ഒരു പോസ്റ്റർ ഇതിനു മുമ്പ് ഒരിക്കലും കണ്ടല്ലോ. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ മുഖ്യമന്ത്രി കസേരയിൽ വലിയ ഗൗരവത്തിലിരിക്കും, കുടമാറ്റം കാണുന്നു. ഇദ്ദേഹം ഈ ശ്രീരാമന്റെ മുമ്പിൽ ഹനുമാൻ നിൽക്കുന്ന പോലെ നിൽക്കുകയല്ല ഇരിക്കുകയല്ലാത്തൊരു രീതിയിൽ മുന്നോട്ട് പോകും. പുള്ളി മുഖ്യമന്ത്രിയുടെ വീട്ടിലെ ഒരു സേവകക്കാരനായിട്ട് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ അടിച്ചുകളിക്കാരെന്നൊന്നും പറയാൻ പറ്റില്ല, അതിലൊക്കെ വളരെ മോശപ്പെട്ട അതിനേക്കാളൊക്കെ താഴ്ന്ന നിലയിൽ ഉള്ള ഒരാളാണ്. നിനക്കൊക്കെ 2 പോത്തിനെ മേടിച്ചിട്ട് പാടത്ത് പൂട്ടാൻ പോകും. യഥാർത്ഥ സംഭവം എന്ന് വെച്ചാൽ മുഖ്യമന്ത്രിയെ അട്ടിമറിക്കാൻ CPM-ലെ ഒരു പ്രബല വിഭാഗം തീരുമാനിച്ചിരുന്നു. എന്നെ സംശയിക്കരുത്. അത് വളരെ പ്രകടമായിട്ട് VS അച്യുതാനന്ദൻ, പിണറായി വിജയൻ എന്ന് പറഞ്ഞ പോലത്തെ ഒരു ഗ്രൂപ്പായിട്ട് വികസിച്ചിട്ടുണ്ട്. എല്ലാം ഇയാൾക്കറിയാം, ശരിയല്ലടോ? അതെ അതെ ശരിയാണ്. ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം ഇടതുമുന്നണിക്കാരുടെ ഇടയിൽ പൊതുവിലും CPM-കാരുടെ ഇടയിൽ പ്രത്യേകിച്ചും വലിയ വിയോജിപ്പുണ്ട്. ഇദ്ദേഹത്തിന്റെ ഭരണത്തിന്റെ കൊള്ളതായ്മ കൊണ്ടാണ് തിരിച്ചടി ഉണ്ടായത് എന്ന് അവർ വിചാരിക്കും. എന്താ പറഞ്ഞത് ശരിയല്ലേ? ഇദ്ദേഹത്തെ മുൻനിർത്തിക്കൊണ്ട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നേരിട്ടാൽ അല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേരിട്ടാൽ പാർട്ടിയുടെ പൊടി പോലും ഉണ്ടാകില്ല കണ്ടുപിടിക്കാൻ എന്ന് അവർ തിരിച്ചറിഞ്ഞു. നമ്മൾ ഈ വഴിക്ക് തിരിഞ്ഞാൽ നമ്മൾ മുമ്പ് പറഞ്ഞതൊക്കെ തെറ്റാണെന്ന് വരില്ലേ സാർ? എടോ ഇത് കേരളമാണ്. നമ്മൾ സ്വയം തിരിഞ്ഞില്ലെങ്കിൽ മീഡിയയും ജനങ്ങളും കൂടി ബലമായി തിരിക്കും. നമ്മുടെ പാർട്ടിയെ നമ്മൾ തന്നെ വിമർശിക്കരുത്. അതും ഇന്നത്തെ ചുറ്റുപാട്. ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഇതൊക്കെ എന്ത് അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ. ശരി.